Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കാലടിയിലെ പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. ഇതോടെ ഇവിടുത്തെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. ഒരാഴ്ച മുൻപാണ് പാലത്തിലെ കുഴികൾ ടാർ ചെയ്ത് അടച്ചത്. രണ്ടു മഴ പെയ്തപ്പോഴേക്കും കാലടി പാലത്തിലെ അടച്ച കുഴികളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കാലടിയെ വീണ്ടും ഗതാഗതക്കുരുക്കിലാക്കിയിരിക്കുകയാണ് പാലത്തിലെ കുഴികൾ. കഴിഞ്ഞ 1-ാം തീയതി ഇവിടെ ടാർ ചെയ്തതാ. ബഹുമാനപ്പെട്ട അങ്കമാലി MLA ഒക്കെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം നിന്ന് കൃത്യമായി ഇവിടെ ടാർ ചെയ്തിട്ട് ഇപ്പോൾ 2 മഴ പെയ്തപ്പോഴേക്കും കുഴി രൂപപ്പെട്ടേക്കാണ്. ഇത്ര വലിയ ടെക്നോളജിയൊക്കെ വികസിച്ചിട്ടും നമ്മുടെ ഈ പാലത്തുമ്പോൾ മാത്രം ടാറിങ് നടത്തി കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് അത്യാവശ്യമാണ്. ഇപ്പോൾ കാലടി വീണ്ടും പഴയ പോലെ തന്നെ ഗതാഗതക്കുരുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴ തുടർന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ ടാറിങ്ങും ഇളകിപ്പോകുമെന്നും മുൻപത്തേക്കാൾ ഭീകരമായ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്നും ഉറപ്പാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത ഭാഗത്താണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. 1-ാം തീയതി ടാർ ചെയ്തു, അത് വളരെ സുഗമമായിട്ട് പോയാണ്. പക്ഷേ 1-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതി ആകുമ്പോഴേക്കും പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ പെരും മഴ പെയ്യുന്ന ഈ സമയത്ത് വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന വലിയ ഗർത്തങ്ങളായി ഈ പാലത്തിന്റെ കുഴികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഇതിന്റെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കാലടിപ്പാലത്തിന്റെ കുഴികൾ അടച്ച് ഈ സഞ്ചാരയോഗ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒക്കെ ഇടപെട്ടിട്ട് ഇവിടെ ഒരു ടാറിങ് നടക്കുകയുണ്ടായി. ആ ടാറിങ് ഇവിടെ പൊളിഞ്ഞ് ആക്സിഡന്റ് ഉണ്ടാകുന്ന രീതിയിൽ വലിയ ഗർത്തമായി രൂപപ്പെട്ടിരിക്കുകയാണ്. രാത്രി സന്ദർഭങ്ങളിൽ ആരെങ്കിലും ബൈക്ക് കയറാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രവുമല്ല, എയർപോർട്ട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നു, മലയാറ്റൂർ ടൂറിസ്റ്റ് കേന്ദ്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു, ആദിശങ്കരന്റെ ജന്മസ്ഥലം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ തിരക്കേറിയ ഈ മെയിൻ റോഡാണിത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെല്ലാവരും ഇറങ്ങി ഇവിടെ വളരെ വൈകാരികമായ സമരവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാലടിയിലെ കുഴിയടക്കലും വീണ്ടും കുഴിയാകുന്നതുമൊക്കെ എത്രയോ വട്ടമായി കാലടിക്കാർ കാണുന്നു. പാലത്തിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം പാലത്തിന്റെ 2 അറ്റത്തും അപ്രോച്ച് റോഡുമായി സന്ധിക്കുന്ന സ്ഥലങ്ങളിൽ നിരന്തരമായി രൂപപ്പെടുന്ന ഗർത്തങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഭാഗങ്ങളിൽ എത്ര തന്നെ കുഴിയടച്ചാലും ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരന്തരം സഞ്ചരിക്കുന്നതുകൊണ്ട് ഇളകിപ്പോകുന്ന അവസ്ഥയാണ്. ഇതൊക്കെ ഇങ്ങനെയേ വരൂ എന്ന് അധികൃതർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ ഫലപ്രദമായ പോംവഴികൾ കണ്ടെത്താൻ തയ്യാറാകാത്തത് എന്നതാണ് അത്ഭുതം. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്. വാഹനങ്ങളുടെ നീണ്ട വര കാലടിയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ കുഴികൾ അടച്ചില്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അനുഭവപ്പെട്ടതിൽ വലിയതായിട്ടുള്ള ഒരു ഗതാഗതക്കുരുക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഒരു ആംബുലൻസ് കയറി വന്നിട്ട് ഒരു രോഗിയെ കൊണ്ട് പോകുന്ന ആംബുലൻസ് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഇവിടെ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധിച്ച് ഇത് ശാശ്വതമായൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതാണ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ജീവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി അങ്കമാലി.